നാദാപുരം വളയത്തു നിന്നും കാണാതായ യുവതിയും മക്കളും ഡൽഹിയിലെത്തിയതായി വിവരം. നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷന് സമീപത്തെ ATMൽ നിന്ന് പണം പിൻവലിച്ചുവെന്ന് വിവരം ലഭിച്ചിട്ടുണ്ട്. രാഹുൽ സുരേഷാണ് കോഴിക്കോട് നിന്ന് ചേരുന്നത്. രാഹുൽ, ഇവരെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭിച്ചതായി ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ടോ? ATMൽ നിന്ന് പണം പിൻവലിച്ചു എന്നുള്ളത് മാത്രമാണോ ഇപ്പോൾ ഏറ്റവും പുതിയതായി ലഭിക്കുന്ന വിവരം? പ്രവിത, കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് വളയം സ്വദേശിയായിട്ടുള്ള ആഷിത മക്കളായിട്ടുള്ള മെഹ്റ ഫാത്തിമയും ലുക്മാനെയും കൂട്ടി വീട് വിട്ട് ഇറങ്ങുന്നത്. ഇന്നിപ്പോൾ 5 ദിവസം പിന്നിടുകയാണ്. ഇതുവരെയും ഇവരെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘം ഇതുമായി ബന്ധപ്പെട്ട് പറയുന്ന വിവരം, ഡൽഹിയിലെ തന്നെ ഒരു റെയിൽവേ സ്റ്റേഷന് സമീപത്തുള്ള ATMൽ നിന്നും ഇവർ 1500 രൂപ പിൻവലിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ നിസാമുദ്ദീൻ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള ATMൽ നിന്നുമാണ് ഇവർ 1500 രൂപ പിൻവലിച്ചിട്ടുള്ളത്. ഇവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ ഇല്ല, ആകെയുള്ളത് ഈ ATM കാർഡ് മാത്രമാണ്. ആ അക്കൗണ്ടിലാണെങ്കിലും ആകെ ഉണ്ടായിരുന്ന 1500 രൂപയായിരുന്നു. ആ പണം ഇന്ന് പിൻവലിച്ചു എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് പറയുന്ന വിവരം. അതിനുശേഷം ഇവർ എങ്ങോട്ട് പോയി എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയും വന്നിട്ടില്ല. ഈ പ്രദേശത്തെ, അതായത് ഈ ATMന് സമീപത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച ശേഷം അതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താനാണ് നിലവിൽ തീരുമാനം. ഈ യുവതിയുടെ ഭർത്താവ് ഇതിനോടകം തന്നെ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. കുടുംബാംഗങ്ങൾ അവിടേക്ക് ഉള്ള യാത്രയിലാണ്. പോലീസ് ഇന്ന് വൈകിട്ടോടുകൂടി കോഴിക്കോട് നിന്നും അവിടേക്ക് പുറപ്പെടും എന്നതാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാവുന്ന വിവരം. ഇന്നലെയാണ് ബംഗളൂരുവിൽ നിന്നും ഇവർ നിസാമുദ്ദീൻ എക്സ്പ്രസിൽ കയറി ഡൽഹിയിലേക്ക് പോയതായുള്ള വിവരം പോലീസിന് ലഭിച്ചത്. ബംഗളൂരുവിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇന്നലെ നമ്മൾ പുറത്തുവിടുകയും ചെയ്തിരുന്നു. എന്താണെങ്കിലും ഡൽഹിയിലെ മലയാളികളുമായി ബന്ധപ്പെട്ടും മലയാളി സമൂഹവുമായി ബന്ധപ്പെട്ടും ഒരു അഭ്യർത്ഥന കൂടി കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്നും അവർ നടത്തുന്നുണ്ട്. അതായത് ഇത്തരത്തിൽ രണ്ട് കുട്ടികളുമായി ഒരു സ്ത്രീയെ കാണുകയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള പോലീസ് സ്റ്റേഷനോ അല്ലെങ്കിൽ വളയം പോലീസ് സ്റ്റേഷനോ ആയോ ബന്ധപ്പെടണമെന്നാണ് കുടുംബം ഈ ഘട്ടത്തിൽ നൽകുന്ന പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ പോലീസും ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്തി വരികയാണ്. ഇവരെ ഉടൻ തന്നെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങളും അതോടൊപ്പം തന്നെ പോലീസും ഉള്ളത്. പ്രവിധ, ശരി, നിർണായകമായ സൂചനയാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. കാണാതായ അമ്മയും മക്കളെയും ഡൽഹിയിൽ ഉണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അവർ ATMൽ നിന്ന് പണം പിൻവലിച്ചതായുള്ള വിവരത്തെ തുടർന്ന് കുടുംബം ഇപ്പോൾ ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നാണ് രാഹുൽ സുരേഷ് നൽകുന്ന വിവരം.